സംഘടനയ്ക്കുള്ളിലെ വിമർശനങ്ങളിലൂടെയും വിയോജിപ്പുകളിലൂടെയും ശക്തിപ്പെടുന്ന ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. എന്നാൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടമാക്കുന്നതിനെ തമ്മിലടി എന്ന് ചാപ്പയടിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ഇടത് അനുകൂല മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് പാർട്ടിക്ക് ഏറെ ദോഷം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ നേതൃത്വം സമീപനത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായി നമുക്ക് കാണാൻ കഴിയും. KPCC പുനഃസംഘടന സംബന്ധിച്ച് ഇടത് അനുകൂല മാധ്യമങ്ങൾ ഓരോ കഥ പടച്ചുവിട്ടതല്ലാതെ നേതാക്കളിൽ നിന്ന് ഇതു സംബന്ധിച്ച് ഏതൊരു പ്രസ്താവനകളും പൊതുമധ്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. പിണറായി വിജയനെ ഉയർത്തിക്കാട്ടി ഇടതുപക്ഷം പ്രചരണം നടത്തുമ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് പരിചയസമ്പത്തും യുവത്വവും ചേർന്ന ഒരുമയുള്ള ഒരു നേതൃനിരയെയാണ്. പിണറായി സ്തുതിയിൽ മാത്രം അഭിരമിക്കുന്ന ഇടതുപക്ഷത്തിന് കരുത്തുറ്റ ഈ നേതൃത്വ നിരയോട് പോരടിച്ചു നിൽക്കുക എന്നത് എളുപ്പം കഴിയുന്ന കാര്യമല്ല. വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരായ രാഷ്ട്രീയ സമരങ്ങളെ കോൺഗ്രസ് കൂടുതൽ ശക്തമാക്കും എന്ന് നിസ്സംശയം പറയാം.